കനത്ത മഴയിൽ പത്തനംതിട്ട ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ വ്യാപക കൃഷിനാശമുണ്ടായിരിക്കുകയാണ്. ശക്തമായ കാറ്റിൽ ജില്ലയിൽ ആകെ 180 ഏക്കറിലേറെ കൃഷി നശിച്ചുവെന്നാണ് നിഗമനം. 2 കോടിയോളം രൂപയുടെ നഷ്ടമാണ് കാർഷിക മേഖലയിൽ ഉണ്ടായത് എന്നാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. കഴിഞ്ഞ 3 ദിവസമുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലുമാണ് വ്യാപകമായ കൃഷിനാശം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായത്. നെല്ലും വാഴയും ഉൾപ്പെടെയുള്ള കൃഷികൾ വെള്ളം കയറിയും ശക്തമായ കാറ്റിലും നശിച്ചു. ജൂൺ മാസത്തിലെ വിപണി ലക്ഷ്യമാക്കി കൃഷി ഇറക്കിയ ഏത്തവാഴ കർഷകർക്കാണ് കാലവർഷക്കെടുതി വലിയ നഷ്ടമുണ്ടാക്കിയത്. ഏതാണ്ട് 1500ഓളം വാഴയാണ് ഞാൻ വെച്ചിരുന്നത്. അതിനകത്ത് പകുതിയോളം ഏതാണ്ട് 600ഓളം വാഴകൾ നശിച്ചുപോയി. ശക്തമായ കാറ്റായിരുന്നു. അതുകൊണ്ട് ഈ 3 ദിവസങ്ങളിലായിട്ട് ഒരു ഭീമമായ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഏതാണ്ട് ജൂൺ അവസാനം ജൂലൈ മാസങ്ങളിൽ വിളവെടുക്കേണ്ട കൊലകളാണ്. ഏതാണ്ട് 750 രൂപ 800 രൂപയോളം കിട്ടേണ്ട കൊലകളാണ്. അത് ഏതാണ്ട് പകുതിയോളം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ഇൻഷുറൻസ് തുക ലഭിച്ചാലും നഷ്ടം മറികടക്കാനാവില്ല എന്നാണ് കർഷകർ പറയുന്നത്. തിരുവല്ല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും വ്യാപകമായി കൃഷി നശിച്ചിട്ടുണ്ട്. കൃഷിഭവനിൽ നിന്നൊക്കെ കൃഷിഭവനിൽ അറിയിച്ചു. കൃഷിഭവനിൽ നിന്ന് വന്ന് കൃത്യമായി എണ്ണി എല്ലാം തിട്ടപ്പെടുത്തി അവരതിൻ്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയി. അതുപോലെ തന്നെ അസിസ്റ്റന്റ് ഡയറക്ടറും പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസറും നേരിട്ട് വന്ന് സൈറ്റിൽ വന്ന് നോക്കി എല്ലാം ഉത്തരവാദിത്തമായിട്ട് തന്നെ കാര്യങ്ങളെല്ലാം ചെയ്തു പോയി. ജില്ലയിലാകെ 180 ഏക്കറിലേറെ കൃഷി നശിച്ചിട്ടുണ്ട് എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. 2 കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായതായാണ് കരുതുന്നത്. അടൂർ, തിരുവല്ല താലൂക്കുകളിലാണ് വ്യാപകമായി കൃഷി നശിച്ചിട്ടുള്ളത്. ഇവിടെ മാത്രമായി 80 കോടിയോളം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. കുമ്പഴ, കോന്നി, കോഴഞ്ചേരി തുടങ്ങിയ ഭാഗങ്ങളിലും കൃഷിനാശമുണ്ടായിട്ടുണ്ട്. ന്യൂസ് മലയാളം, പത്തനംതിട്ട.